ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത്. അഹിംസ ഭീരുവിന്റെ ആയുധമല്ല, ധീരന്റേതാണ്. ഗാന്ധിജിയുടെ നിരീക്ഷണങ്ങളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ ആശയവും വിശകലനം ചെയ്ത് ഗാന്ധിജി ലോകത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറിപ്പിന് എന്ത് ചെയ്യാം? ആദ്യം ഒരു തലക്കെട്ട് നൽകാം. ഗാന്ധിജി ലോകത്തിന്റെ വഴികാട്ടി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര്. ബാപ്പു എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിന്റെ മഹത്തായ ചിന്തകളും പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ട് അദ്ദേഹത്തെ മഹാത്മാഗാന്ധി എന്ന് വിളിച്ച് ആളുകൾ ആദരിച്ചു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ അദ്ദേഹം ജനിച്ചു. അഹിംസ, സത്യം എന്നിവയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ. ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, ദണ്ഡിയാത്ര, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവ സമരകാലത്ത് ആരംഭിച്ച മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രശസ്തമായ ജനകീയ പ്രസ്ഥാനങ്ങളാണ്. ഒരുപാട് സാധാരണക്കാരെ അവരുടെ അവകാശങ്ങൾക്കായി പോരാടാൻ അദ്ദേഹം പ്രചോദിപ്പിച്ചിരുന്നു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ വധിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൂത്ത ചെമ്പകത്തെപ്പോൾ നിവർന്നും കടഞ്ഞെടുത്തു പോലുടമ്പാർന്നും ചിരിച്ചു മൂന്നും കുട്ടിപ്പൂത്ത വെള്ളിലെ പോലെ നരികത്തിവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു പെരുന്തച്ചൻ. ജ്ഞാനിയുടെ സൗന്ദര്യം കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വിവരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ജ്ഞാനി യൗവനാരംഭത്തിൽ പൂത്ത ചെമ്പകത്തെ പോലെയായിരുന്നു. കടഞ്ഞെടുക്ക് പോലുള്ള ഉടലിന്റെ വടിയുമായി മൂന്നും കൂട്ടി മുറുക്കി ചിരിച്ച് പൂത്ത വെള്ളില പോലെ അവൾ തച്ചന്റെ അരികിൽ നിന്നിരുന്നു. ഇന്ന് ജ്ഞാനി പ്രായാധിക്യത്തിൽ അന്ധയും ബധിരയുമാണെന്നാണ് കവി പറയുന്നത്. യെസ്, ഇന്ന് ജ്ഞാനി പ്രായാധിക്യത്തിൽ അന്ധതയും ബധിരയുമാണെന്നാണ് കവി പറയുന്നത്. കരിവെറ്റില തുണ്ടും കൊട്ടടക്കയും ചുണ്ണാമ്പും പുകയിലും ഞെട്ടും തപ്പിക്കൊണ്ട് വെടിവെച്ചാലും കൂടി കേൾക്കാത്ത ജ്ഞാനി കൂനിക്കൂടി പടിമേലിരിക്കുകയാണ്. അവൾ ഇന്ന് കിളവിയായി മാറിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധനൻ അന്ന് എനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ബന്ധം കൊണ്ടും ലോഭം കൊണ്ടും ഭയം കൊണ്ടും യാതൊന്നുകൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണന് ഇനി പിന്മാറ്റമില്ല. മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗവും വിശകലനം ചെയ്ത് കർണൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരെക്കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്? കഥാപാത്ര നിരൂപണം കർണൻ അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. സ്വന്തം ജീവൻ അപകടത്തിലാകും എന്നറിഞ്ഞിട്ടും ജന്മനാ ലഭിച്ച കവചകുണ്ടലങ്ങൾ ദാനം നൽകിയ മഹാഭാരതത്തിൽ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ ഒരാളാണ് കർണൻ. കുന്തിപുത്രനാണെങ്കിലും സൂതപുത്രനായാണ് കർണൻ വളരുന്നത്. നീതിമാനും യുദ്ധതന്ത്രജ്ഞനുമായ കർണൻ മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്താണ് നിലയുറപ്പിക്കുന്നത്. യുദ്ധത്തിനു മുൻപൊരു ദിനം ശ്രീകൃഷ്ണൻ വന്ന് കർണനോട് അവന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നു. പാണ്ഡവ പക്ഷത്തേക്ക് വരികയാണെങ്കിൽ ഹസ്തിപുരിയുടെ സിംഹാസനമാണ് വാസുദേവൻ കുന്തിപുത്രന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ വാസുദേവന്റെ മഹത്വം പ്രകീർത്തിച്ചു തന്നെ രാധയൻ ആ ദാനം നിഷേധിക്കുന്നു. ദുര്യോധനെ നടുക്കടലിൽ വലിച്ചെറിഞ്ഞ് നേടുന്ന ചെങ്കോൽ തനിക്ക് വേണ്ടെന്ന് കർണൻ തീർത്തു പറയുന്നു. ആത്മാർത്ഥത, വിശ്വസ്തത, ത്യാഗമനോഭാവം എന്നിങ്ങനെയുള്ള ആദർശങ്ങളുടെ കേന്ദ്രമാണ് കർണൻ. നിസ്വാർത്ഥനായ കർണൻ പ്രാണനേക്കാൾ വില കൽപ്പിച്ചത് അഭിമാനത്തിനാണ്. ഹസ്തിനപുരിയിലെ അഭ്യാസ പ്രകടനത്തിൽ കൃപാചാര്യർ കുലം അന്വേഷിച്ചപ്പോൾ കർണൻ തല താഴ്ത്തി നിന്നു പോകുന്നു. ആ ശാപമുഹൂർത്തത്തിൽ തൻ്റെ രക്ഷകനായ തനിക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും ജീവിതം തിരിച്ചു നൽകിയ ദുര്യോധനോടുള്ള കൂറും കടപ്പാടും അചഞ്ചലമാണെന്ന് പറയുന്നിടത്താണ് കർണന്റെ വ്യക്തിത്വത്തിന് ശോഭയേറുന്നത്. അർത്ഥത്തെ വിലവയ്ക്കുന്നവനല്ല, അർത്ഥത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവനുമല്ല സൂതപുത്രനായ ഈ കർണന് എന്ന പ്രഖ്യാപനത്തിലൂടെ വാഗ്ദാനങ്ങളിൽ മയങ്ങാത്ത തൻ്റെ സ്വപ്രത്യയസ്ഥൈര്യം കാണാൻ കർണൻ വെളിവാക്കുന്നു. ഈ ഭൂമി മുഴുവൻ ലഭിച്ചാലും ദുര്യോധനെ കൈവിടില്ല എന്ന് പറയുന്ന അർജുനെ ശരമേറ്റ് താൻ എന്ന് വീഴുന്നുവോ അന്ന് പാണ്ഡവർ യുദ്ധം ചെയ്യിക്കുമെന്ന് പറയുന്ന കർണൻ സമാനതകളില്ലാത്ത പൗരുഷത്തിന്റെയും ആത്മാർത്ഥതയുടെയും ആൾരൂപമാണ്. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? യെസ്, കർണനെ കുറിച്ച് ഇതുപോലെ കഥാപാത്ര നിരൂപണം എഴുതാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വെള്ളക്കടലാസിരുന്നു മുഷിയുന്നു, പേന കോട്ടുവായിടുന്നു, കഷ്ടം കവിത വരുന്നില്ല, കളിയച്ചൻ ജനിക്കുന്നു.
ഇത്തരം പ്രയോഗങ്ങൾ പി കുഞ്ഞിരാമൻ നായരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവതരിപ്പിക്കുന്നതിന് എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മഹാകവി പി എന്നറിയപ്പെട്ടിരുന്ന പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കവിതയാണ് കളിയച്ഛൻ. കളിയച്ഛൻ എന്ന കവിതയുടെ രചനാ സന്ദർഭവും അതിനു പിന്നിലെ വൈകാരിക അനുഭവങ്ങളിൽ ഒടുവിൽ ആ കവിത പിറന്ന മുഹൂർത്തവുമാണ് കളിയച്ഛൻ ജനിക്കുന്നു എന്ന പാഠഭാഗം. ഒറ്റപ്പാലത്ത് നടന്ന സാഹിത്യ പരിഷത്ത് സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മഹാകവി വള്ളത്തോളിന്റെ മംഗൂപത്ര പാരായണവും ഡോക്ടർ രാധാകൃഷ്ണന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗവും അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് NV കൃഷ്ണവാര്യരുടെ കഴിവിനെയും പി കുഞ്ഞിരാമൻ നായർ പ്രശംസിക്കുന്നു. പിന്നീട് മഹാകവി ജിയും വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയുമെല്ലാം അവരുടെ കവിതകൾ അവതരിപ്പിച്ചു. സൂര്യനുദിക്കും മുമ്പ് കവിത എഴുതിയേ തീരൂ. പക്ഷേ മനസ്സിൽ പറ്റുമല കഥാപാത്രങ്ങളും കയറിയിരിപ്പാണ്. യാത്രകൾക്കിടയിൽ കവിത എഴുതിയിരുന്ന 5 മിനിറ്റിൽ 200 വരി കവിത എഴുതിയിരുന്ന തന്റെ കഴിവ് ഇപ്പോൾ എവിടെ പോയി എന്ന് ലേഖകൻ അത്ഭുതപ്പെടുന്നു. ഇതിനു മുൻപും ചില സമ്മേളനങ്ങളിൽ കയ്യിൽ കവിതയില്ലാതെ ചെന്നപ്പോൾ തോന്നിയത് പാടിയിട്ടുണ്ടെങ്കിലും ഇത്തവണ അത്രയും മഹാന്മാർക്കു മുന്നിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പുഴയിലെ ഓളങ്ങളും പാതിരാക്കാറ്റുമെല്ലാം തന്നോട് കവിതയെപ്പറ്റി ചോദിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കൂട്ടാളായി വലിയ നമ്പ്യാർ പറഞ്ഞ കഥകളിലൂടെയും വേഷത്തിന്റെയും കാര്യം ലേഖകൻ ഓർക്കുന്നു. ഒരു മിന്നൽ പോലെ മനസ്സിലേക്ക് ആ കഥ ഓടിയെത്തി. ഇടിയും മിന്നലുമായി പെയ്യുന്ന മഴയുടെ അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ മനസ്സിലെ കവിത കടലാസിൽ അക്ഷരങ്ങളായി രൂപം പ്രാപിച്ചു. കളിയച്ഛൻ എന്ന കവിത ജനിക്കുന്ന സന്ദർഭം പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്നതിന്റെ സൗന്ദര്യം കൂടിയാണ് നവോദയം, നവോന്മേഷം, അഭിനയ വികാസം, പഞ്ചവർണ്ണ കിളികളുടെ മധുര കാകളി, കൺമുന്നിലെങ്ങും കാമനീയ കാവ്യപ്രപഞ്ചം. തന്റെ മനസ്സിലെ അനുഭൂതികളെ പ്രകൃതി സൗന്ദര്യത്തിലൂടെയാണ് അദ്ദേഹം ഇവിടെ വർണ്ണിക്കുന്നത്. തീവണ്ടി കയറി അദ്ദേഹം ഒറ്റപ്പാലത്തേക്ക് യാത്ര തിരിക്കുന്നു. വീണ്ടും സാഹിത്യപരിഷ സമ്മേളന വേദിയിലേക്കാണ് ലേഖകൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. കവിതാ പാരായണത്തിലുള്ള സമയമായി. സദസ്സിന്റെ മുൻനിരയിൽ സന്നിഹിതനായിരുന്ന വള്ളത്തോളിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചാണ് ലേഖകൻ വേദിയിലേക്ക് കയറിയത്. കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സന്ദേശത്തിന്റെയും പുളകമണിഞ്ഞ് പൂർണ്ണ ചന്ദ്രപ്രഭയെയാണ് വള്ളത്തോളിനെ ലേഖകൻ വിവരിക്കുന്നത്. കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ സദസ്സിന് മുഴുവൻ കരാഘോഷം മുഴക്കി. വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ NV കൃഷ്ണവാര്യർ ലേഖകനോട് ആ കവിത പ്രസിദ്ധീകരിക്കാനായി ആവശ്യപ്പെടുന്നു. ആ കവിതയുടെ പേര് കളിയച്ഛൻ എന്നായിരുന്നു. ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ വിളങ്ങി എന്ന് ഒരു പത്രത്തിൽ ആ കവിത അദ്ദേഹം പാരായണം ചെയ്ത് രംഗത്തെ വർണ്ണിച്ചെഴുതിയത് ഓർത്തുകൊണ്ട് ലേഖനം അവസാനിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.